ഡബിൾ ചങ്ക് വിജയൻ ഒരു പ്രത്യേക മിശ്രിതം പുരട്ടിയതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ സർക്കാരിന് ഒരാശങ്കയുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനും വിജയനും ഇല്ലാത്ത ആശങ്ക ജനങ്ങൾക്ക് വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിജയൻ പ്രസ്താവിക്കുകയുണ്ടായി. ആ പ്രസ്താവന എന്ത് മാനദണ്ഡത്തിലാണ് നടത്തിയത്? എന്തെങ്കിലും ഒരു പഠനം നടത്തുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബലപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെയോ പശ്ചാത്തലത്തിലാണോ ഈ പ്രസ്താവന നടത്തിയതെന്ന് ഈ ഉള്ളവൻ അറിയാതെ ഒന്ന് ചോദിച്ചു പോയിരുന്നു. കേരള കിങ് ജോങ് ഉൻ ഇതിന് പ്രതികാരമെന്നോണം സേനയിലെ ചവിട്ടിക്കയറ്റിയ തന്റെ ശിവരഞ്ജന്മാരെ കൊണ്ട് എൻ്റെ കൂടും കുടുക്കയും ഒക്കെ എടുത്തുകൊണ്ടുപോകും എന്ന് ചിലർ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയുണ്ടായി. കൂടും കുടുക്കയും എടുത്തുകൊണ്ടുപോയാൽ എനിക്ക് മലരാണ്, ഒന്നിലധികം കൂടും കുടുക്കയും എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പണി തുടരുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് പയ്യെ കടക്കുകയാണ്. ആദ്യം നമുക്ക് സർക്കാരിന് ആശങ്കയൊന്നുമില്ല എന്ന് പറയുമ്പോൾ പിണറായി പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് നടത്തിയ ഒരു പ്രസംഗശകലം കാണാം. അന്ന് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് മുല്ലപ്പെരിയാറിലെത്തി അന്ന് അവരെ ഭയപ്പെടുത്തുവാൻ അദ്ദേഹം നടത്തിയ ആ പ്രസംഗം ഒന്നുകൂടി കേൾക്കുക. വിജയൻ ഇപ്പോൾ ആ പ്രസംഗം മറന്നുപോയെങ്കിലും മാധ്യമങ്ങളുടെ ആർക്കൈവ്സിൽ ആ പ്രസംഗം ഇപ്പോഴും സുരക്ഷിതമായി ഇരിപ്പുണ്ട്. പരമാവധി ആത്മനിയന്ത്രണം പാലിച്ചു മാത്രം ഈ പ്രസംഗം കേൾക്കുക. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇനി കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിലപാടിനെ കുറിച്ച് വന്ന ആ വാർത്ത കാണുക. മുല്ലപ്പെരിയാർ പ്രത്യേക ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടരും. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതെന്നാ പന്ന വർത്തമാനമാ വിജയ നിങ്ങൾ പറയുന്നത്? 10 കൊല്ലം മുമ്പ് ഡാം അപകടാവസ്ഥയിലാണെന്ന് വിളിച്ചു കൂവിയെങ്കിൽ 10 കൊല്ലം പിന്നിടുമ്പോൾ പെട്ടെന്ന് ഡാമിന് ബലം വെച്ചോ? ചേടാ, ഞങ്ങളുടെ അറിവിൽ അവിടെ ഒരു പുട്ടും ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ല. ഇനി ഡാമിന് ബലം കൂടുവാൻ ഉതകുന്ന തരത്തിലുള്ള വലിയ പ്രത്യേക മിശ്രിതവും വിജയൻ തയ്യാറാക്കി തന്റെ പ്രത്യേക ആക്ഷനിലൂടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒലിപ്പുള്ള ഭാഗത്ത് കട്ടിക്ക് തേച്ച് പിടിപ്പിച്ച് ബലം കൂട്ടിയോ എന്നും അറിയില്ല. അങ്ങനെ വലതും ജനനന്മയെ കരുതി അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളോട് ഉടനെ അത് വെളിപ്പെടുത്തണം. ജനങ്ങൾക്ക് മനസ്സമാധാനമായി കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. ചുമ്മാ തള്ളാണെങ്കിൽ ദയവായി നിങ്ങളിനി വാപൊളിക്കരുത്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, രാഷ്ട്രീയക്കാരന്മാർ എന്ന് പറയുന്ന ഈ മോന്മാർ കാലാകാലങ്ങളായി നമ്മെ ഊഞ്ഞലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1886 ഒക്ടോബർ 29 999 വർഷത്തേക്കുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളെ വെറും മണ്ടന്മാരാക്കിയ ആ കരാർ 1970 സി അച്യുതമേനോൻ എന്ന തീവട്ടിയാണ് തമിഴ്നാടിന് സർവ്വസ്വാതന്ത്ര്യവും നൽകി പുനർനിർവചിച്ച് നൽകിയത്. അച്യുതമേനോൻ ഒരു പൊട്ടനായിരുന്നോ അതോ തമിഴ്നാട് വിലക്കെടുത്തതാണോ എന്നറിയില്ല. ആ കരാർ തികച്ചും തമിഴ്നാടിനു വേണ്ടി ഏകപക്ഷീയമായി തയ്യാറാക്കിയതായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന ആ ഡാമിന്റെ പൂർണ്ണ നടത്തിപ്പവകാശവും നിയന്ത്രണവും എല്ലാം തമിഴ്നാടിന് നിരുപാധികം വിട്ടു നൽകി. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യമുള്ള സമയത്ത് എടുത്തുകൊണ്ടുപോകാം. കേരളത്തിന് കിട്ടിയ അവകാശം കേട്ട് ആരും ചിരിക്കരുത്. മുല്ലപ്പെരിയാർ ഡാമിലെ മീൻ കേരളത്തിന് പിടിക്കാം. അതുപോലെ ആ മീൻ കൊണ്ടാണല്ലോ കേരളം ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. കേരളത്തെ വഞ്ചിച്ച സി അച്യുതമേനോന്റെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്യപ്പെടാൻ ഇരുന്ന ദിവസമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് എന്നത് യാദൃച്ഛികമല്ല, അത് പ്രകൃതിയുടെ പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളം പല പ്രാവശ്യവും ഭരിക്കുക മാത്രമല്ല ഇന്ത്യയുടെ ഭരണവും പലതവണ കൈയാളിയിരുന്ന കോൺഗ്രസിനും ഈ വിഷയം പരിഹരിക്കുവാൻ ആവശ്യത്തിന് സമയം കിട്ടിയിരുന്നു. അന്നൊന്നും അവർ അത് ചെയ്തില്ല. കാരണം തമിഴന്മാർ നമ്മേക്കായാലും സ്മാർട്ടായിരുന്നു. അവർ അവരുടെ സംസ്ഥാനത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിന്നു. നമ്മുടെ നേതാക്കന്മാർ അവന്മാർ ഈമ്പി എറിയുന്ന എല്ലുനക്കികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എല്ലിൻ കഷ്ണങ്ങൾ അവർ എറിഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ നേതാക്കന്മാർ അതും ഈമ്പി ഇരിക്കുന്നു. എന്നിട്ട് മുടിഞ്ഞ തള്ളും. ഞങ്ങൾക്ക് ആശങ്കയില്ലെന്ന്. ആശങ്കയില്ലാത്തവന്മാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെണ്ണുപിള്ളമാരെയും മക്കളെയും കൂട്ടി മുല്ലപ്പെരിയാറിൽ വന്ന് താമസിക്കുക. ഭരണസിരാ കേന്ദ്രം മുല്ലപ്പെരിയാറിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റുക. ഇനി അവിടെ താമസിക്കുക. അതാണ് നിങ്ങൾക്ക് ആശങ്കയില്ല, ഡാം സുരക്ഷിതമാണ് എന്ന് ജനങ്ങൾക്ക് നൽകുവാനുള്ള ബെസ്റ്റ് സന്ദേശം. കേരള ജനമേ, ഉണരുക.
നമുക്ക് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ നമുക്കിനി വിശ്രമമില്ല. ഭയരഹിതമായി 6 ജില്ലകളിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയണം. അതുവരെ നാം പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ആശങ്കകൾ പങ്കുവെച്ച് i2a ന്യൂസ് സേവ് കേരള മൂവ്മെന്റിലേക്ക് വിളിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പലരുടെയും പ്രതികരണങ്ങൾ നമുക്ക് തികച്ചും ബാലിശമായി തോന്നിയേക്കാം. അവർ അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷം എത്രയെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പ്രതികരണങ്ങൾ തുടരുന്നു. സാറേ, ഞാൻ ഈരാറ്റുപേട്ട ഭാഗത്തുനിന്ന്. പേര് ആനി ജോസഫ്. നമുക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. നമുക്ക് മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സമീപിക്കാൻ പറ്റുമോ? ഏതെങ്കിലും വിധത്തില് ഞങ്ങളുടെ ഭരണാധികാരികളൊന്നും ഞങ്ങളെ രക്ഷിക്കില്ല. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തില് നിങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിൽ ആർക്കെങ്കിലും നമുക്ക് അവിടെ ആരെങ്കിലും സമീപിക്കാൻ പറ്റുമോ സുനിൽ സാറേ? നല്ല ചോദ്യമാണ്. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളല്ലേ? തീർച്ചയായിട്ടും അതെ. ഞങ്ങൾ എന്തെല്ലാം ഞാൻ ഈ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഞാൻ മിനിറ്റിലെ എഴുതി വെപ്പിച്ചു. എന്നാന്ന് പറഞ്ഞോ, നമ്മൾ താഴേക്കടയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നമുക്ക് സമീപിക്കാവുന്ന ഏറ്റവും അടുത്ത ഭരണാധികാരികളിലെ പഞ്ചായത്ത് അംഗങ്ങള് അവരെ സമീപിക്കുക. അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് മുല്ലപ്പെരിയാർ നമുക്കൊരു ഭീഷണിയാണ്. പക്ഷെ ആർക്കും അതിന് എന്റെ ഗ്രാമസഭയിലെ ഒരു മനുഷ്യർ പോലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള. പക്ഷെ എന്തായാലും ഞാൻ മിനിറ്റിൽ അതൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്താം. പഞ്ചായത്ത് അംഗമൊന്നുമല്ല, പക്ഷെ പഞ്ചായത്ത് അംഗം അവിടെ ഇരിപ്പുണ്ടല്ലോ. പഞ്ചായത്ത് അംഗത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും അടുത്ത ഭരണാധികാരികളാണ് നിങ്ങൾ. പഞ്ചായത്ത് അംഗം ഉണ്ടായിരുന്നു, ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ ഈ വിഷയം ഞാൻ പറഞ്ഞു. അന്നേരം അതൊന്നും നമ്മുടെ കാര്യങ്ങളല്ല. അവർക്ക് അതിനകത്തിരിക്കുന്നവർക്ക് 4 കോഴിയും 1 കട്ടിലും ഒക്കെ കിട്ടിയാൽ മതി. അപ്പൊ ഇത് വലിയ വിഷയമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങാം. നിങ്ങളതൊന്ന് മിനിറ്റിൽ എഴുതി വെക്കുക. ഇവിടെ മാത്രമല്ല, ബാക്കി നിങ്ങൾക്ക് സമീപിക്കാവുന്ന എല്ലാവരോടും നിങ്ങൾ പറ, ഇങ്ങനെ നമുക്കൊരു മൂവ്മെന്റ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. സാറേ, ഞാൻ പറഞ്ഞു, നമ്മൾ അത്രയും ഗതികെട്ടാണ്. 130 വർഷമായില്ലേ ഇത് പൊട്ടുള്ളെന്ന് എന്നാ ഉറപ്പിരിക്കുന്നത്? പൊട്ടിക്കഴിഞ്ഞിട്ട് കുറെ കണ്ണുനീരും കുറെ ചാനൽ ചർച്ചയും നടത്തിയിട്ട് കാര്യമുണ്ടോ സാറേ? 30-35 ലക്ഷം മനുഷ്യരും മൃഗങ്ങളും ഈ കണ്ട സാധനം എല്ലാം കൂടി പോയി കഴിഞ്ഞിട്ട് കേരളത്തിനെ 2ആയിട്ട് വിഭജിച്ചിട്ട് കേരളം തന്നെ പിന്നെ കാണുമോ? 4 ദിവസം കഴിയുമ്പോഴത്തേനും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുകയല്ലേ? ഓരോ മലയിലേക്കും കയറി രക്ഷപ്പെടാന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നവരെ ആര് രക്ഷിക്കാനിരിക്കുന്നു? അതിഭേദം ഈ വെള്ളത്തിലെ ഒലിച്ചു പോയേക്കുവാണ്. ഒലിച്ചു പോയി മരിച്ചിരുന്നാണ് നല്ലത്, അത് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നതിനേക്കാള്. കാരണം എന്താണെന്ന് വെച്ചാൽ 4 ദിവസം കഴിയുമ്പോഴത്തേനും ഈ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശവശരീരങ്ങളിൽ നിന്നുണ്ടാകുന്ന അണുക്കൾ കൊണ്ട് ഈ കേരളം മുഴുവൻ ദുരിതപൂർണ്ണമാകുകയല്ലേ? എന്റെ സാറേ, ബോധമുള്ളത് ആൾക്കാർ വേണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ വേണ്ടിയത്? അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് കുറെ തിന്നണം, കുറെ കുറ്റം പറയണം, ആരെങ്കിലും കുറ്റം പറയണം, എവിടെയെങ്കിലും കിടന്നുറങ്ങണം, പിന്നെ ആർക്കെങ്കിലും വോട്ട് ചെയ്യണം എന്നല്ലാതെ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ സാർ? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നമുക്ക് ഏത് രാഷ്ട്രീയ അഭയാർത്ഥികളെയും മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുമല്ലോ, ഇല്ലേ? രാഷ്ട്രീയം ഒളിച്ചോടി ചെല്ലുന്നവരെ എല്ലാവരും സ്വീകരിക്കുന്നില്ലേ? എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും സ്വാധീനിച്ച് മറ്റു രാജ്യങ്ങളിലെ ഏതായാലും നമ്മുടെ കേരള സർക്കാരോ നമ്മുടെ കേന്ദ്ര സർക്കാരോ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ നമുക്ക് അതിന് വെളിയിലുള്ളവർ, കാരണം മനുഷ്യരിപ്പോ ഇത് പൊട്ടുവാണെങ്കിൽ ഞാൻ പറട്ടെ, മറ്റേ ഇപ്പം ഈ മലബാർ ദുരന്തം ഉണ്ടായല്ലോ, അന്നേരം ഒത്തിരി പേര് അവിടെ ഇവിടെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ എന്ന് പറയും പോലെ പുറത്തുള്ളവർ നമുക്ക് അങ്ങനെ ഒന്നും നീക്കം നടത്താം സാറേ. ഈ ഇന്ത്യയിലെ ആരും നമ്മളെ രക്ഷിക്കാൻ വരികയില്ല. നമുക്ക് അതിന് വെളിയിലുള്ളവരുടെ ആരുടെയെങ്കിലും മനസാക്ഷി ഉണർന്നാലോ? ഇന്ത്യയിൽ ഒരു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു കേരളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ 4 ജില്ലയും 40 ലക്ഷം മനുഷ്യരും പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് വെളിയിൽ നിന്നൊരു നീക്കം ഉണ്ടായാലോ സാറേ? നമ്മുടെ നാട്ടിലാരും രക്ഷിക്കാൻ ഇതിലും എന്തെങ്കിലുമൊക്കെ ഭേദം ഉണ്ടാകും. കാരണം ലോക രാജ്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെ മുല്ലപ്പെരിയാർ ഇപ്പം നമ്മളിപ്പം പറയാൻ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അത് പൊളിയുവോ ഇടിയുവോ എങ്ങനെയാണെന്നൊന്നും പറയാനൊക്കത്തില്ല. കാര്യമാണ് തിരുവിതാംകൂർ രാജ മറ്റേ ബ്രിട്ടീഷുകാർ പണിത സാധനം. ഇന്നിപ്പോ ഞാൻ ആലപ്പുഴയിലുള്ള ആ ബീച്ചിൽ ഒരു പാലമുണ്ട്. അവിടുത്തെ കോൺക്രീറ്റ് അത് മണ്ണ് പോയിട്ട് ഇപ്പോഴും ആ കോൺക്രീറ്റ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതുപോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയോ ഒന്നും അല്ലല്ലോ ഇപ്പം നടക്കുന്നത്. ഇപ്പം എല്ലാം തട്ടിപ്പല്ലേ ഉള്ളത്. സർക്കാർ വേറെ ഡാം കെട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് സമ്മതിക്കുന്നില്ല. വേറെ ഡാം കെട്ടിയാൽ നല്ലതാണ്. കാര്യം അത്രയും കുടുംബങ്ങളെ കാര്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം
നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ ആലപ്പുഴ ജില്ല വരെ വെള്ളത്തിലായി പോകും. പമ്പാ നദിയുടെ കൂടെ ഒഴുകുന്ന വെള്ളം മറ്റേ കുട്ടനാടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏരിയയിലെല്ലാം വെള്ളം കയറും. പിന്നെ നമുക്ക് പടിഞ്ഞാറോട്ട് പോയാൽ കടല്, ഇവിടുന്ന് വന്നാൽ ഈ വെള്ളം, ഇതെല്ലാം കൂടെ കയറി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? നമ്മുടെ വയനാട് നടന്ന സംഭവത്തിലുള്ള ഇന്ന് അവിടുത്തെ ആ ഒരു രംഗങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉച്ച തൊട്ട് വൈകുന്നേരം തൊട്ട് ഞാൻ 10 മണി വരെ കാണുകയാണ് മറ്റേ ശവം അടക്കുന്ന ചടങ്ങുകളൊക്കെ. വളരെ ദയനീയമായ സാരം. ഓരോ കഷ്ണങ്ങൾ, ഓരോ മനുഷ്യന്റെ കഷ്ണം, കൈയും കാലും തലയും എല്ലാം പ്രത്യേകം പാക്ക് ചെയ്ത് ഓരോ പ്രത്യേക സ്ഥലങ്ങളിലാണ് അവരടക്കിയത്. സർക്കാരാണ് ചെയ്യുമോ? സർക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്നുമ്പോ സാമൂഹ്യ പ്രവർത്തകർ ചെയ്തതിന്റെ ഗുണങ്ങളാണ് കിട്ടിയത്. കാരണം അറിയാമല്ലോ, നമ്മുടെ ഈ ഇവര് ഒരുപാട് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ഓഫറുകൾ കൊടുത്ത് എന്തെങ്കിലും നടന്നു? എല്ലാം ഉടായ്പ പരിപാടികളായിരുന്നു അവർ നടത്തിയതെല്ലാം. അപ്പൊ ഇപ്പൊ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് കുറെ കാശടിച്ചു മാറ്റും. എന്റെ പേര് ഷൈനി. ഞാൻ ഇരുമ്പുപാലത്തുനിന്നാണ് വിളിക്കുന്നത്, അടിമാലി. നമുക്ക് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും സാറേ? ഞങ്ങളെല്ലാവരും, ഞങ്ങൾ കുടുംബശ്രീക്കാരൊക്കെ എന്ത് ചെയ്യാനായിട്ടും തയ്യാറാണ്. ഞങ്ങളതിന് ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്യാം. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് ആ സാറ് പറയുന്നത് നമുക്കൊരു ടണല് പണിതിട്ട് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊടുക്കാനുള്ള അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ കോടതിയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനായിട്ട് കൂടുതൽ ഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണ്ടേന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ നിലവിലത്തെ അവസ്ഥ വെച്ച് എന്ത് തോന്നുന്നു? ഈ രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇവർക്ക് ആർക്കും ഇതിനെ കുറിച്ചൊരു ഭയമില്ലേ? ഒരു ഭയമില്ലല്ലോ. അവർക്കിനി ഇപ്പൊ ദുരിതാശ്വാസ നിധി പിരിക്കാനുള്ള ഒരു ഒരു കാരണം. ഇനിയിപ്പൊ ആ പിരിക്കാൻ ആളുകൾ ഉണ്ടാവൂലല്ലോ. അപ്പൊ വിദേശത്ത് നിന്ന് സഹായം കിട്ടും. അവരെങ്ങനെയെങ്കിലും ഒക്കെ ഹെലികോപ്റ്ററിലാണെങ്കിലും രക്ഷപ്പെട്ടോളൂ. അവരില്ലെങ്കിൽ പിന്നെ കേരളം ഇനി പുതിയ റീബിൽഡ് കേരള ഉണ്ടാക്കണ്ടേ? ജനങ്ങളെല്ലാം നശിച്ചു പോട്ടെ, അവര് രക്ഷപ്പെടുത്തേ. അപ്പൊ ജനങ്ങള് രാഷ്ട്രീയവും മതവും ഇതൊന്നും നോക്കാതെ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാനായിട്ട് സ്ത്രീജനങ്ങൾ മുന്നോട്ട് ഇറങ്ങാനായിട്ട് തയ്യാറാണ്. അതായത് എല്ലാ ജില്ലയിലും ഞങ്ങളുടെ ബന്ധുജനങ്ങളെല്ലാം താഴെ എറണാകുളം ജില്ലയിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. എവിടെ പരാതി കൊടുക്കണം, ആരുടെ കൂടെ നിൽക്കണം. ആരെങ്കിലും ഒരാൾ നേതൃത്വത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ പുറകെ നിൽക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഞങ്ങളെല്ലാവരും അതിന് തയ്യാറാണ്. ഞാൻ വിളിക്കുന്നത് ഇടുക്കിന്നാണ്. എൻ്റെ പേര് ഡെയ്സി. ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്ന് പറഞ്ഞിട്ട് കരുതി എല്ലാവരും കൂടെ ഇറങ്ങി സമരമോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാവരും ബന്ധായിട്ടും ഹർത്താലായിട്ടും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കാർക്ക് അവിടെ ഭരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചൂടുമില്ല. അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യവുമില്ല. ഇടുക്കി MP MLA ഇന്നലെ മുതൽ ഞാൻ റോഷിയാസിന് മന്ത്രിനെ വരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രിനെയൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നതാണ്. ടീം കുര്യാക്കോസും ജോയ്സ് ജോർജ് ഇങ്ങനെ പ്രമുഖ വ്യക്തികളെല്ലാം ഇവിടെ തന്നെ ഉള്ളവരാണ്. ഇവരുടെ എല്ലാം ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയുന്നുണ്ട് നമുക്ക് സമരം ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ. എന്തോരം ഇപ്പം ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ ഓരോന്നും പ്രശ്നം വരും, അത് ചാനലുകാർ ഓരോ ചർച്ച വെക്കും, പിന്നെ അതങ്ങ് താഴും, വീണ്ടും അടുത്തത് വരും. ഇതുകൊണ്ട് വല്ലതും പ്രയോജനവും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പൊ ഈ ഇത്രയും പിന്നെ അപകടാവസ്ഥയിലിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം ഈ ഇടുക്കി ജില്ല മുതൽ അങ്ങ് താഴെ എത്രയോ ജില്ലകൾ പോകുന്നു ഈ ഇതിനകത്ത് കേൾക്കാം. ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇത് കേൾക്കുന്നല്ലാതെ ഇപ്പം ഇതിനകത്ത് ഇവർക്കിതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതായിരിക്കും കേരളത്തിലെ ജനതകൾ. ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ പുതിയ പിരിവ് വെച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക്. ഇതുപോലെ മുല്ലപ്പെരിയാർ ഡാം വെക്കുമ്പോൾ ഒരു പിരിവ് നടത്തും. പിണറായി സർക്കാരിന്റെ മന്ത്രിമാരും പിണറായിയും കോടികൾ വീണ്ടും സമ്പാദിക്കും. അത് തന്നെ കാര്യം. ഇടുക്കി ജില്ലക്കാർക്കൊരു വിശ്വാസമുണ്ട്. ഇടുക്കിയുടെ മേൽഭാഗം അങ്ങനെ മലയും കാറ്റും ഇല്ല, അങ്ങോട്ട് വരികയില്ല, എല്ലാം താഴേക്ക് പോവും. അങ്ങനെയൊക്കെ ആയിരിക്കും ജനങ്ങളുടേത്. പക്ഷെ എങ്ങോട്ട് പോയാലും കേരളം തകരുകയല്ലേ. തുറമുഖത്തോട്ട് കൊച്ചിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയൊക്കെ അന്നേരത്തേക്കും അമേരിക്കയ്ക്കോ ദുബായിക്കോ എവിടെയെങ്കിലും പോയി അവർ രക്ഷപ്പെട്ടുള്ളൂ. അല്ലാത്തവരെന്ത് ഈ ജനങ്ങൾ എന്ത് കണ്ടോണ്ടാന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അല്ലാത്ത കാര്യത്തിനെല്ലാം ഈ ജനങ്ങൾ ഇങ്ങനെ ഇളകുന്നുണ്ടല്ലോ, ഇതിന് മാത്രം എന്തുകൊണ്ട് ഇവർ ഇളകുന്നില്ല? ഇപ്പൊ തന്നെ ഈ നിസ്സാരം കുടുംബശ്രീ വഴി ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, നാളെ വയനാട്ടിലേക്ക് പൈസ കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞ എന്റെ സംഘത്തിലെ ഞങ്ങളുടെ കൂടെ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആളല്ല. കൊടുക്കുന്നുണ്ട് എങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ പോയി അവിടെ ആൾക്കാരുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ മാത്രമാണെങ്കിൽ അത് കൊടുത്തിട്ട് കാര്യമുള്ളൂ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു. ആരും ഭരിച്ചോട്ടെ, നമുക്ക് ആരും ഭരിക്കുന്നതിനും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു മനുഷ്യർക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ കിടക്കുന്ന എത്രയോ പേർക്ക് വീട് കിട്ടാതെ ഇനിയും കിടപ്പുണ്ട്.
വേണ്ടുന്നതായ യാതൊരു കാര്യങ്ങളും ഇവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേര് ഡെന്നി സാറേ. ഞാൻ കുമളിയിൽ നിന്ന് വിളിക്കാം സാറേ. ഞാൻ ഇത് ഇങ്ങനെ ഒരു നിങ്ങളുടെ ചാനൽ കണ്ടായിരുന്നേ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു 18 വർഷം മുമ്പ് ഈ തേക്കടിയുടെ അടിയിൽ പോയിട്ടേ അവിടുത്തെ ശകലം സിമെന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കറക്റ്റ് അവസ്ഥ മനസ്സിലാക്കാം. പാർട്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ കളിച്ചത്. അതിനകത്ത് CPM-ഉം കോൺഗ്രസും എല്ലാവരും. ആദ്യം ഇത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാനിന്ന് ഈ കഴിഞ്ഞ ഒരു 6-7 വർഷം മുമ്പ് ഇങ്ങനെ ഞങ്ങൾക്ക് കുമളിയിൽ ഞങ്ങൾ ഇതുപോലെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയായിരുന്നു. അന്ന് ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ ഈ ലാസ്റ്റ് CRP-ക്കാർ ഞങ്ങളെ അടിച്ച്, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഒരു 6-7 മണിയായപ്പോൾ ഞാൻ സ്കൂട്ടറെ പോയിട്ട് റോഡിന്റെ കുറുക്കെ തെങ്ങിട്ടൊക്കെയായിരുന്നു ഞങ്ങളെ പിടിക്കാൻ വേണ്ടി. ഈ പ്രക്ഷോഭ അന്ന് 75,000 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ തമിഴ്നാട്ടുകാരെ അടിക്കാതെ ഞങ്ങൾക്ക് അടിച്ചു. ഞാനന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ ആ ബൈക്കിൽ പോയിട്ട് ഞാൻ ഈ ബൈക്ക് ഇടിച്ച് തെങ്ങുറ്റി ഇടിച്ച് എൻ്റെ നടുവിന് ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഇത്രയും പോലും നമ്മുടെ നാട്ടിലോട്ട് അവര് ലോറി ക്യാമ്പിൽ നിന്ന് കയറി വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വന്ന. പക്ഷെ എന്നിട്ട് പോലും ഇവിടുത്തെ പോലീസ് നമുക്കല്ല സപ്പോർട്ട് ചെയ്ത്, അവർക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം അവരെ പേടിക്കുന്നു. പക്ഷെ അവര് നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ അവർക്ക് വെള്ളം കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് അവരുടെ ഒരു പച്ചക്കറി ഇല്ലാതെ 1 കിലോ തക്കാളി പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. അതുകൊണ്ട് അവരെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ രാമനാഥപുരം, തേനി, മധുര ഡിസ്ട്രിക്ട്, 5 ഡിസ്ട്രിക്ട് വെള്ളമില്ല. കുഴിച്ചാൽ വെള്ളം ഉപ്പുവെള്ളം ഉള്ളു. അപ്പൊ അവർക്ക് വെള്ളം കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് 100%. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്കതിന് 10-28 ഡാം ഉണ്ടല്ലോ ഇപ്പൊ കേരളത്തില്. ഈ മുല്ലപ്പെരിയാർ പോലത്തെയുള്ള ചെറിയതും വലുതുമായ 10-28 ഡാം ഉണ്ട്. അപ്പം ഈ ഡാമിലെ വെള്ളം 90% നമ്മൾ വേസ്റ്റായിട്ട് അറബിക്കലിലേക്ക് ഒഴുകി കളയുക. അപ്പൊ നമുക്ക് ആ ഡാമിലെ വെള്ളം സുഖമായിട്ട് നമുക്ക് തമിഴ്നാടിന് കൊടുക്കാം. അവർക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നമുക്ക് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, 1947 നമുക്ക് രാജഭരണം നിർത്തി നമുക്ക് ജനാധിപത്യത്തിലേക്ക് വന്നു. ഈ ജനാധിപത്യത്തിലേക്ക് വന്നപ്പോൾ 47 കഴിഞ്ഞുള്ള ഒരു നിയമത്തിനും പഴയ നിയമത്തിനും പുതിയ ജനാധിപത്യം വന്നപ്പം അതിന് സ്വാധീനം ഇല്ലാതെ പോയി. പിന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത 532 അല്ല 40 പേര് പറയുന്ന ആ അസംബ്ലിയിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നെ നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. ഒന്ന്, അങ്ങനെയെങ്കിൽ പിന്നെ ഈ രാജാക്കന്മാരുടെ ഭരണത്ത് വെച്ച് ആ കാലത്ത് വെച്ച ഈ എഗ്രിമെന്റ് എന്ത് വിലയുണ്ട്? 2, നമ്മൾ സാധാരണ ലോകത്തിൽ എവിടെ നോക്കിയാലും ഒരു മനുഷ്യായുസ് മാത്രമേ ഒരു എഗ്രിമെന്റിന് വിലയുള്ളൂ. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിച്ചിരുന്നത് 110-105 വർഷമൊക്കെ ഉള്ളൂ. ഇതിപ്പോ 130 വർഷമായി. 65 വർഷമാണ് ബെന്നിക്കൊക്കെ എന്ന് പറഞ്ഞ ആ പണിത എഞ്ചിനീയർ അന്ന് പറഞ്ഞിട്ട് പോയത്. 65 വർഷം പുള്ളി പറഞ്ഞിട്ട് പോയത്. അപ്പൊ അതിന് ഡബിളായി. ഒന്ന്. രണ്ടാമത്, ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ ഈ ഡാമിനടുത്ത് പോയി നോക്കിയപ്പം നമുക്ക് ഈ അന്ന് വെള്ളം പറ്റിയ സമയത്ത് നമ്മൾ പോയി നോക്കിയത്. അത് അന്ന് ഈ ഡാമിനോട് ചേർന്നുള്ള ആ ഭിത്തി ഉണ്ടല്ലോ, അവിടെ മണലും ചെളിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ ഈ മണലും ചെളിയും മാത്രം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇപ്പോഴും പൊട്ടാൻ നിൽക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങോട്ട് വെള്ളം പോകുന്നില്ല. അപ്പൊ വെള്ളം തട്ടി അങ്ങ് പോകുന്നേ ഉള്ളൂ. ശരിക്കും ഈ നമ്മുടെ ഈ ഭിത്തിയെ പോയി വെള്ളം തട്ടുന്നില്ല. ബാക്കി അടി മൊത്തം ഈ ഡാമിലെ ഒരു അത് ഈ ചെളിയും മണ്ണ് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഈ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അടച്ചേക്കുന്ന ഈ ചെളിയും മണലുവാ. അത് ദൈവം തമ്പുരാൻ ചെയ്തേക്കുന്ന കേട്ടോ. കാരണം ഈ ചെളിയും മണലും കൂടെ വാരിയായിരുന്നെങ്കിൽ ഇന്ന് ആ ഡാം കാണത്തില്ല. അപ്പം ഇതാണ് അതിന്റെ സത്യാവസ്ഥ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 51 വില്ലേജുകൾ ESI ആയിട്ട് പ്രഖ്യാപിച്ചു, പ്രകൃതി ലോല പ്രദേശമായിട്ട്. അതിനകത്ത് കുമളിയുണ്ട്, പെരിയാറുണ്ട്, മഞ്ചുമലയുണ്ട്, വണ്ടമേടുണ്ട്, ഉടുമ്പൻചാലുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഈ ESIയിൽ ഇത്രയും സ്ക്വയർ ഫീറ്റിലുള്ള ഡാം എങ്ങനെ നിൽക്കുന്നത്? അപ്പൊ അത് ഡബിൾ ഗെയിം കളിക്കുമല്ലേ, ഇരട്ടത്തപ്പല്ലേ? ഇവര് പറഞ്ഞ ESIയിൽ പ്രദേശത്ത് ഒരു നിർമ്മിതിയും പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും അപകടകരമായ 65 വർഷം എക്സ്ട്രാ കാലഘടനപ്പെട്ട ഈ ഡാം ESI നിൽക്കുമ്പോൾ അത് നിയമത്തെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യവും അത് നിയമവിരുദ്ധമല്ലേ, രാജ്യദ്രോഹ കുറ്റമല്ലേ ശരിക്കും പറഞ്ഞത്? അപ്പൊ അത് ESIയിൽ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്ന് സർക്കാർ ഉത്തരവ് പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ട് ESIയിൽ തന്നെയാണല്ലോ ഈ സംഭവം നിൽക്കുന്നത്? ഈ 2 പോയിന്റ് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, 47 മുമ്പുള്ള നിയമത്തിന് സാധ്യതയില്ല. രണ്ടാമത് ഒരു നിയമം എന്ന് പറയുന്ന ഒരു മനുഷ്യായുസാണ്. മൂന്നാമത് ESIയിലുള്ള ഈ വലിയ നിർമ്മിതി ശരിക്കും ഇപ്പോഴത്തെ നിയമത്തിന് നേരെ എതിരല്ലേ? അപ്പൊ നിയമം ഇവര് നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ കളിപ്പിക്കുമല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ചോദിക്കണം സാറേ. മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ഡാമിന്റെ വെളിയിൽ തന്നെ എന്റെ ഒരു സ്വന്തക്കാരന്റെ വീട് വള്ളക്കടയിലുണ്ട്. അപ്പൊ ഈ ഡാമിന് വെളിയിൽ ഇഷ്ടംപോലെ ഫോറസ്റ്റിന്റെ സ്ഥലം കിടക്കുന്നുണ്ട്. ഈ ഡാം പൊളിക്കാതെ തന്നെ നമുക്ക് ഒരു 2-3 തടയണ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പൊ ഒരു വെള്ളത്തിനൊരു ഫോഴ്സ് ഉണ്ടല്ലോ. അർജുൻ എന്ന് പറഞ്ഞ കർണാടക ഇപ്പൊ 6 നോട്ടിക്കൽ ഞാനൊരു സംഭവം പറഞ്ഞല്ലോ, ഒഴുക്കിന്റെ 2 നോട്ടിന് താഴെയാണെങ്കിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത്. അതെ. അപ്പൊ നമ്മുടെ 151 ഡാം പറയുന്നു. പക്ഷെ അതിനകത്ത് വെള്ളം 126-130 അടിയേ ഉള്ളൂ. ബാക്കി മൊത്തം മണലും ചരലും ചെളിയുവാ. അപ്പൊ നമുക്കും ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഇതുണ്ടല്ലോ. കാരണം ഈ അഥവാ ഡാമിന് ഒരു പൊട്ടൽ ഉണ്ടായാൽ എത്ര നോട്ടിക്കൽ അല്ലെ നോട്ടോ അതിന്റെ ആ ഫോഴ്സിൽ വെള്ളം പോകുന്ന നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ കമ്പിയുടെ സ്ട്രെങ്ത് കൂട്ടി, സിമെന്റിന്റെ ഇത് അളവ് കൂട്ടി
നമുക്ക് ഡാം പണിയാലോ. ഇപ്പൊ തന്നെ വയനാട് ദുരന്തം ഉണ്ടായി. വയനാട്ടിലുള്ള ഈ എത്ര 380 പേരെ, മൊത്തത്തിൽ ടോട്ടൽ 575 പേരെ ഇപ്പൊ കാണാതായ. അപ്പൊ 575 പേരെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 120 കുടുംബം കൂട്ടാം. ഈ 120 അല്ല, ഇപ്പൊ 240 കുടുംബത്തെ സ്ഥലം മേടിച്ച് താമസിപ്പിക്കാനുള്ള ഫണ്ട് ഇപ്പം കേരളത്തിനായി. യൂസഫ് അലിയുടെ മരുമോൻ തന്നെ 50 കോടിയായി വാഗ്ദാനം ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ പലരും ചെയ്തു. അപ്പം ഇപ്പൊ ഞങ്ങൾ കണക്കൂട്ട് നോക്കിയപ്പം 1000 കുടുംബത്തിനെ താമസിപ്പിക്കാനുള്ള പണം ഇപ്പോൾ അവിടെ എത്തിച്ചെന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 1.5 കോടി ജനങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പണം നമ്മൾ തന്നെ ഒരു പിരിവിട്ട് നടത്തിയാലേ ഇവർക്ക് ശരി അതിനായ പൈസ നമുക്ക് പിരിച്ച് നമുക്ക് ഡാം പണിയാലോ. എന്നാൽ തന്നെ 10 ഡാം പണിയാനുള്ള പൈസ കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് മുൻകൈ എടുത്ത് ദൈവം ചിലപ്പോൾ സാറിന് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. ഓരോരുത്തർക്ക് ഓരോ ദൗത്യമുണ്ട്. ഇനി ആരാ സാറേ ഇപ്പൊ ഇവിടെ ഡാം പണിയാകുമ്പോൾ ആരാ സഹായിക്കാൻ വരാത്തത്? എത്രയോ പേര് സഹായിക്കുന്നറിയോ? ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പ്രതികരണം തുടരുക, പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക, ലക്ഷ്യം കാണുന്നത് വരെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.